ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ജി കെ കേരള ഭൂമിശാസ്ത്രപരമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കുന്നത്. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൽ എത്ര ശതമാനമാണ് കേരളം? 1.18%. കേരളത്തിൻ്റെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ്? 38,863. കേരളത്തിൻ്റെ വിസ്തീർണം എത്ര ചതുരശ്ര മൈലാണ്? 15,005 മൈൽ. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പരസ്യവാക്യത്തിൻ്റെ ഉപജ്ഞാതാവാണ് വാൾട്ടർ മെൻസ്. കേരളത്തിൽ ഏത് ഭൂപ്രദേശത്തിലാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത്? തീരപ്രദേശത്തിലാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത്. തമിഴ്നാടിനെ ജലസമൃദ്ധമാക്കുന്ന ഇടുക്കി ജില്ലയിലെ അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ. തമിഴ്നാടിനെ ജലസമൃദ്ധമാക്കുന്ന ഇടുക്കി ജില്ലയിലെ അണക്കെട്ട് മുല്ലപ്പെരിയാർ. കേരളത്തിലെ തെക്ക് വടക്ക് അക്ഷാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? 4.5 ഡിഗ്രി. കേരളത്തിൻ്റെ തെക്ക് വടക്ക് അക്ഷാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 4.5 ഡിഗ്രി. കേരളത്തിൻ്റെ രേഖാംശീയ വ്യാപ്തി എത്ര ഡിഗ്രിയാണ്? രേഖാംശീയ വ്യാപ്തി 2.5 ഡിഗ്രിയാണ്. കേരളത്തിൽ ഏറ്റവും വലിയ ഭൂമേഖല എന്ന് പറയുന്നത് മലനാടാണ്, 48%. മലനാട് കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും വലിയ ഭൂവിഭാഗം ഇടനാടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലായി അധിവസിക്കുന്ന ആദിവാസി വിഭാഗമാണ് ഉള്ളാടൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി എന്ന് പറയുന്നത് കാക്കയാണ്. കേരളത്തിൽ മധ്യതടം ഏറ്റവും കുറവുള്ള ജില്ല ഇടുക്കി. ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം എന്ന് പറയുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിസ്തീർണത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 21. കേരളത്തിൽ ഏറ്റവും പുരാതന നിവാസികൾ ഏത് വർഗത്തിൽപ്പെടുന്നു? നെഗ്രിറ്റോ വർഗമാണ്. കേരളത്തിലെ 3 വിഭാഗങ്ങളാണ് മലനാട്, ഇടനാട്, തീരപ്രദേശം. കേരളത്തിൽ എത്ര ശതമാനമാണ് ഇടനാട് എന്ന് വെച്ചാൽ ഇടനാട് 42%, തീരപ്രദേശം 10%. തീരപ്രദേശത്തെ പ്രധാന കൃഷി നെല്ലാണ്. കേരളത്തിലെ മലനാടിൻ്റെ ശരാശരി ഉയരം 900 ഇടനാടിൻ്റെ ആകെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്ററാണ്? ഇടനാട് 16,230 ആണ്. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്നറിയപ്പെടുന്നത്? 250 അടിയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര അടി വരെയുള്ള പ്രദേശങ്ങളെയാണ് തീരപ്രദേശത്ത് ഉൾപ്പെടുന്നത്? 25 ആണ്. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര അടി വരെയുള്ള പ്രദേശമാണ് തീരപ്രദേശത്ത് ഉൾപ്പെടുന്നത്? 25%. അടുത്ത ക്വസ്റ്റ്യൻ, ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വർഗമാണ് ചോല നായ്ക്കന്മാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഭൂവിഭാഗം മലനാട്. തേയില, ഏലം, കുരുമുളക് എന്നിവ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗം മലനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിളവൈവിധ്യമുള്ള ഭൂവിഭാഗമാണ് ഇടനാട്. മലയോരങ്ങളിൽ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ച് ചെയ്തിരുന്ന കേരളത്തിലെ പരമ്പരാഗത കൃഷിരീതിയാണ് പൂനം കൃഷി എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം പണിയറാണ്. കേരളത്തിലെ ശിരുവാണി അണക്കെട്ടിലെ ജലം തമിഴ്നാട്ടിലെ ഏത് നഗരത്തിലെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്? കോയമ്പത്തൂരാണ്. കേരളത്തിൽ ഉരുൾപൊട്ടൽ ഏറ്റവും വ്യാപകമായി അനുഭവപ്പെടുന്നത് ഏത് ഭൂപ്രദേശത്താണ്? മലനാട്ടിൽ. കേരളത്തിൽ എത്ര തരത്തിലുള്ള മണ്ണിനങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്? 7 ആണ്. കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടലാണ് അറബിക്കടൽ. മലബാറിലെ ആരവല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മലനിര എന്ന് വെച്ചാൽ പുരളിമലയാണ്. കരിമണ്ണിനെ പ്രധാന വിള എന്ന് പറയുന്നത് നെല്ല് ആണ്. ഇന്ത്യ ഉപദ്വീപിൻ്റെ ഏത് ഭാഗത്താണ് കേരളം? തെക്കു പടിഞ്ഞാറ് ഭാഗത്താണ്. ഇന്ത്യ ഉപദ്വീപിൻ്റെ ഏത് ഭാഗത്താണ് കേരളം? തെക്കു പടിഞ്ഞാറ് ഭാഗത്ത്. തീരദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം 5 ആണ്. കേരളത്തിലെ വാർഷിക ശരാശരി താപനില 25 മുതൽ 27.5 വരെ ഡിഗ്രി സെൽഷ്യസ്. ഏറ്റവും കൂടുതൽ മണ്ണൊലിപ്പ് ഭീഷണി നേരിടുന്ന കേരളത്തിലെ ജില്ല എന്ന് പറയുന്നത് ഇടുക്കി ആണ്. ഏറ്റവും കൂടുതൽ മണ്ണൊലിപ്പ് ഭീഷണി നേരിടുന്ന കേരളത്തിലെ ജില്ല ഇടുക്കിയാണ്. അമ്ലത്വം കൂടുതലുള്ള മണ്ണിനമാണ് തീരദേശ എക്കൽ. തെങ്ങ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഉപ്പുരസമുള്ള എക്കൽ മണ്ണ്. കേരളത്തിൽ കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ്. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകളാണ് ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗമാണ് ഇടനാട്. കേരളത്തിലെ ചെമ്മണ്ണ് കാണപ്പെടുന്ന താലൂക്ക് തിരുവനന്തപുരം, നെയ്യാറ്റിൻകര. കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ ഭൂരിഭാഗം പ്രദേശത്തും കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് ആണ്. അപ്പർ കുട്ടനാട് പ്രദേശം കാണപ്പെടുന്ന മണ്ണിനം കരപ്പാടം മണ്ണിനമാണ്. കേരളത്തിൽ കരിമണ്ണ് കാണപ്പെടുന്ന ജില്ലകൾ ആലപ്പുഴ, കോട്ടയമാണ്.
കേരളത്തിൽ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം ഉരുൾപൊട്ടലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഏതുതരം ശിലകളാണ്? കായാന്തര ശിലകൾ. കേരളത്തിലെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാട്? 41.76. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂഭാഗമാണ് ഇടനാട്. കേരളത്തിലെ മലകൾ. സഹ്യാദ്രി എന്ന പേരിൽ അറിയപ്പെടുന്നത് പശ്ചിമഘട്ടമാണ്. കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയായ മീശപ്പുലിമല ഏത് ജില്ലയിലാണ്? ഇടുക്കി. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ, 8841 അടി. ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിര പളനിമല. പുരളിമല ഏത് മലനിരയുടെ ഭാഗമാണ്? ബ്രഹ്മഗിരിയാണ്. പുരളിമല ബ്രഹ്മഗിരിയുടെ ഭാഗമാണ്. മലയോര സുഖവാസ കേന്ദ്രമായ പൊന്മുടി ഏത് ജില്ലയിലാണ്? പൊന്മുടി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരമാണ്. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്തെ കൊടുമുടിയാണ് അഗസ്ത്യാർകൂടം. ഏത് ജില്ലയിലാണ് അഗസ്ത്യാർകൂടം? തിരുവനന്തപുരം ജില്ല. അമ്പുകുത്തിമല ഏത് ജില്ലയിലാണ്? വയനാടാണ് അമ്പുകുത്തിമല. പൈതൽ മല എന്ന് പറയുന്നത് കണ്ണൂരാണ്. പൈതൽ മല എന്ന വിനോദസഞ്ചാര കേന്ദ്രം കണ്ണൂരാണ്. ബാണാസുര മല ഏത് ജില്ലയിലാണ്? വയനാട്. ബ്രഹ്മഗിരി വയനാട്. മലയോര സുഖവാസ കേന്ദ്രമായ വാഗമൺ ഇടുക്കി. ഇല്ലിക്കൽ കല്ല് കോട്ടയം. ഏഴിമല കണ്ണൂർ. പഴശ്ശി സ്മാരകങ്ങളുടെ വേദിയായിരുന്ന പുരളിമല കണ്ണൂർ. കൊട്ടാഞ്ചേരി മലകൾ സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ്. നെല്ലിയാമ്പതി മലകൾ പാലക്കാട്. മലബാർ കലാപകാലത്ത് കലാപകാരിയുടെ ഒളിത്താവളമായിരുന്ന പന്തലൂർ മല ഏത് ജില്ലയിലാണ്? മലപ്പുറമാണ് പന്തലൂർ മല. കേരളത്തിലെ പ്രധാന ചുരങ്ങൾ. പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത NH 544. പേരമ്പാടി ചുരം കണ്ണൂരിനെയും കൂർഗിനെയും ബന്ധിപ്പിക്കുന്നു. വയനാടിനെയും കണ്ണൂരിനെയും ബന്ധിപ്പിക്കുന്നത് പാൽച്ചുരമാണ്. പെരിയ ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ മാനന്തവാടിയെയും മൈസൂരിനെയും നിലമ്പൂരിനെയും കൂടല്ലൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാടുകാണി ചുരം. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറമാണ്. കേരളത്തെയും നീലഗിരി ജില്ലയെയും ബന്ധിപ്പിക്കുന്ന ചുരം കർക്കൂർ ചുരം ആണ്. താമരശ്ശേരി ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത NH 766. വയനാടിനെ കോഴിക്കോടുമായി ബന്ധിപ്പിക്കുന്ന ചുരം താമരശ്ശേരി ചുരം. വയനാട് ചുരം എന്ന പേരിലും അറിയപ്പെടുന്നത് താമരശ്ശേരി ചുരമാണ്. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത NH 744. പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരം പാലക്കാട് ചുരമാണ്.